ഒരു കാര്യം ചോദിക്കാൻ വന്ന കേട്ടോ. 80-90 കാലഘട്ടത്തിൽ ഉള്ള ആളുകളോടാണ് ചോദിക്കുന്നത്. അല്ലാത്ത ആൾക്കാർക്കും മറുപടി പറയാൻ. ഈ സാധനം നാരങ്ങ മുട്ടായി, ഗ്യാസ് മുട്ടായി, ഇത് എന്തായാലും കഴിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ അന്നത്തെ അനുഭവങ്ങൾ പറയണം. നമ്മുടെ ഇവിടെ ബോംബെ പൂട എന്ന് പറയുന്നത് നിങ്ങളുടെ ഇവിടെ എങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളന്ന് ആ കാലഘട്ടത്തിൽ 80-90 കാലഘട്ടത്തിൽ ഇവിടെ ഇത്രയേ ഉള്ളായിരുന്നു സാധനം, പകുതിയുള്ളൂ. ഇതിപ്പോൾ ഇത്രയും വലുതല്ലേ, പ്ലാസ്റ്റിക് കവറിലോ അന്ന് ബോട്ടിലിട്ടായിരുന്നു വരുന്നത് അല്ലേ. അപ്പോൾ അന്ന് ഇത്രയേ ഉള്ളായിരുന്നു, ഇതിൻ്റെ പകുതിയേ ഉള്ളായിരുന്നു. അത് നമ്മളെടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കഴിക്കും. നല്ല രസമായിരുന്നു അല്ലേ. അപ്പം ഈ ബോംബെ പൂട കഴിച്ചിട്ടുള്ളവർ പഞ്ചാര മുട്ടായി, തേൻ മുട്ടായി എന്നൊക്കെ പറയും. പക്ഷേ ഇത് നമ്മൾ ആ കാലഘട്ടത്തിൽ ചെറുതായിരുന്നു അല്ലേ, കുറച്ചുകൂടി ചെറുതായിരുന്നു. പക്ഷേ ഇതിപ്പം കുറച്ച് വലുതാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ഇത് എനിക്കുണ്ട്. നോക്കട്ടെ, അന്ന് ഇങ്ങനെ കണ്ടോ, അന്ന് മുറിച്ചെടുക്കുമ്പോൾ ഈ തേൻ പോലെ വരുമായിരുന്നു. ഇന്ന് അതില്ല. ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ. ടേസ്റ്റൊക്കെ ഏകദേശം ഒരുപോലെ, പക്ഷേ അന്നത്തെ അത്രയൊരു ഗുമ്മില്ല ഇതൊക്കെ കഴിച്ചിട്ടുള്ളവർ. പിന്നെ പൈസ മുട്ടായി ഉണ്ടായിരുന്നു, അതുപോലെ പുളിയിഞ്ചി, പിന്നെ ജാമ്, ചുമന്ന കളറ്, മഞ്ഞെന്ന് പറയുക ഗോൾഡിഷ് മഞ്ഞ കളർ ജാമ്, ഇതൊക്കെ കഴിച്ചിട്ടുള്ളവർ പറയാം. പിന്നെ ഇതൊക്കെ മേടിക്കാൻ പൈസ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നും കൂടെ പറയണം. വീട്ടിൽ നിന്ന് തന്നതാണോ അതോ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയാന്നോ? അത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു നാണക്കേട് വിചാരിക്കേണ്ട. നമ്മുടെ വീട്ടിൽ നിന്നില്ലയോ അങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. എനിക്ക് തന്നിട്ടുമുണ്ട്, ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുമുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ അന്നൊക്കെ 5 പൈസ, 20 പൈസ, 10 പൈസ, 25 പൈസ, ആ ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ അനുഭവം എന്താണെന്ന് കമൻറ്റ് ബോക്സ് എഴുതുക. ചിലപ്പോൾ ഇച്ചിരി ലെങ്തി ആവും. നിങ്ങളുടെ ആ ചെറുപ്പകാലത്തിലേക്ക് തിരിഞ്ഞു പോവുക, വിശേഷങ്ങളെല്ലാം പറയുക. ഫുഡ് ആൻഡ് റൈഡ് ബൈ നൗഷാദ്.